നമസ്കാരം. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടവിനോദം കണ്ടവരുടെ അവിഹിതം പിടിക്കലാണ്. എന്നിട്ട് നെഞ്ഞത്ത് ഇടിച്ച് കരയാം. സംസ്കാരം പോയേ, സദാചാരം പൊളിഞ്ഞ്. ഇതിപ്പോൾ ഞാൻ പറയാൻ പോണത് റിയലായിട്ട്. ഒരമ്മായിമ്മ വിധവയായിട്ടുള്ള മരുമകളെ എനിക്ക് സെറ്റാക്കി തന്ന സംഭവം. ഇതൊക്കെ കേട്ട സഹിക്കില്ല. ഒരു മനുഷ്യന് ഉപകാരമില്ലാത്ത കുറേ സദാചാരവാണങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, കുലസ്ത്രീകളും. ഒന്നും നടക്കാത്തവരുടെ രോദനാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, മുംബൈയിലെ ജുഹു ബീച്ചിൽ ഒരു നേരത്തെ പോയി നോക്ക്. ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പച്ചക്ക് പരിപാടി എടുക്കണമായിട്ട് കാണാൻ പറ്റും. കാരണം മുംബൈയിൽ വേറെ പ്രത്യേകത ഉണ്ട്. അവിടെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ ഒരു മുറി ഉണ്ടാവുള്ളൂ. അവിടെ ഉറങ്ങണത്. അവിടെ തന്നെ അടുത്ത് കല്യാണം കഴിച്ച ചിലപ്പോൾ മകനും മകളും ഒക്കെ ഉണ്ടാവും. ഇവരൊക്കെ പോയിട്ട് സൂര്യൻ അസ്തമിച്ച കടലിൻ്റെ കാറ്റും കൊണ്ട് അസലായിട്ട് അവിടെ നിന്ന് കളിക്കും. ഒരു മനുഷ്യനും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകില്ല. അതുപോലെ ഹൈദരാബാദിലുണ്ടൊരു പാർക്ക്. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പേര് നാവിൻ തുമ്പിൽ വരണില്ല. സത്യം പറഞ്ഞാൽ പട്ടാപകൽ പോലും അവിടെ പരിപാടി എടുക്കലുണ്ട്. കാമിതാക്കളാവാം, അല്ലെങ്കിൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ആകാം. എന്തായാലും അവിടെ അതിനുള്ള ആൾക്കാർ മാത്രം അങ്ങോട്ട് ചെല്ലുള്ളൂ. അവിടെ അവിഹിതം നടക്കണു, നാട് നശിക്കണമെന്ന് പറയാൻ ആരും നെഞ്ഞത്തിട്ട് ഇടിച്ചെന്ന് നല്ല വിളിക്കണില്ല. ഇവിടെയൊക്കെ ആയിരിക്കണം. എൻ്റെ അമ്മ ആലോചിച്ചുകൂടാ. പ്രൈവസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അപ്പം തന്നെ റിയാക്ഷൻ, വീഡിയോ ഇറങ്ങി, ഫോട്ടോ സഹിതം, വീഡിയോ സഹിതം. അവിടെ ആണല്ല. അവിടെയൊക്കെ ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിൻ്റെയാണ് ഈ അവിഹിതം വൃത്തികേടെന്നൊക്കെ പറഞ്ഞത്. ഇപ്പം ഈ ചെന്നൈയിലായാലും ഹൈദരാബാദിലായാലും മുംബൈയിലായാലും അവിടെയുള്ളവർക്ക് ഇത് നീറ്റായിട്ട് ചെയ്യണമുണ്ട്. പെൺകുട്ടികൾക്ക് സ്വൈര്യത്തിന് പുറത്തിറങ്ങി നടക്കുകയും ചെയ്യാം. ഇവിടെയാണ് കുട്ടികളുടെ അങ്ങത്താണ് കാരണം ഈ പറഞ്ഞ പണ്ടാറ സദാചാര മക്കൾ. അത് പോട്ടെ. ഇതെന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരികയായിരുന്നു. എന്നെല്ലാം ഒരുപാട് വയസ്സുണ്ട് അവർക്ക്. പക്ഷേ അവരുടെ ശരീരം നല്ലൊരു മാംസളമായിട്ടുള്ള ശരീരം, പ്രായം അധികം മതിക്കൂല. അതിനെ ഞാൻ കളിക്കാൻ ചോദിച്ചപ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് തന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ പണിക്ക് വരുമ്പോൾ ഒരു കൂലി ഉണ്ടല്ലോ, ഇതിന് എക്സ്ട്രാ കൊടുക്കുകയൊന്നും വേണ്ട. മോൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഒരു ബ്രോഡ് മൈൻഡായിട്ടുള്ളൊരു സ്ത്രീ, നല്ലൊരു സ്ത്രീ. അപ്പോൾ ഇവൾക്ക് മരുമകളുണ്ട് ഈ സ്ത്രീക്ക്. ഇവരുടെ മകൻ മരിച്ചു പോയിട്ട് കുറേയായി. പക്ഷേ ഇവൾക്ക് പെണ്ണ് അമ്മേൻ്റെ ഒപ്പമാണ് കഴിയണം. അവരുടെ വീട്ടിൽ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇത്ര വെളുത്തതുമല്ല കറുത്തതുമല്ല, എല്ലാം അത്യാവശ്യത്തിനുണ്ട്. മാക്സി ഇടുള്ളൂ. അപ്പോൾ ഈ അമ്മനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മരുമോള് ചെറുപ്രായമല്ലേ, അവൾക്ക് വേറെ കല്യാണം എന്തെങ്കിലും ആലോചിക്കണ്ടോ നിങ്ങൾ? അവൾ എൻ്റെ അടുത്ത് നിന്ന് പോകുകയുമില്ല, അവൾ എൻ്റെ അടുത്ത് തന്നെ ജീവിക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പം ഞാൻ അവൾക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കണ്ടല്ലോ, അവൾ എന്ത് ചെയ്യും? അപ്പം ഞാനത് അവളോട് എങ്ങനെ പറയും? എനിക്ക് മിക്ക ദിവസം ഉറക്കില്ല. ഞാനും അവളും ഒരു മുറിയിലാണ് കിടക്കണം. അവൾ വേഗത്തിൽ ശ്വാസം വിടണതും അവളെന്തോ സ്വയം ചെയ്യണ്ടെന്നൊക്കെ എനിക്കറിയും. അവൾക്കും വികാരങ്ങളുണ്ട്. പക്ഷെ ചീത്തപ്പേര് പേടിച്ചിട്ട് അവൾ അടങ്ങി ഒതുങ്ങി, നല്ലൊരു സ്വഭാവമായതുകൊണ്ട് അവൾ അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയെന്നത്. ഞാൻ ചോദിച്ചാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിനും വേണ്ടേ. കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ വയസ്സാവും, മരിച്ചു പോവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതെന്തിനാ സഹിച്ച് ജീവിക്കണത്? അപ്പം എന്നോടൊരു മോനെന്താ ഉദ്ദേശിക്കണത്? ഞാൻ പറഞ്ഞു, സ്വകാര്യമായിട്ട് ഞാൻ കളിച്ചു കൊടുക്കാം. നിങ്ങൾ അവളോട് സംസാരിക്കുക. ഈ മറ പാടില്ല, ലൈഫ് ഒന്നുള്ളൂ.
ഒരു ജീവി അറിയില്ല. നിങ്ങൾ അവൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ചിലപ്പോൾ രണ്ടുപേരും പുറത്തെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇവരും വരലുണ്ട്. ഉള്ളിലെ പണിക്കാണ് ഈ തള്ള വരുള്ളൂ. അപ്പോൾ തള്ള പോയി സംസാരിച്ച് അപ്പം എന്നോട് ഇവർ പറഞ്ഞതാണ്, അവൾ വില്ലിങ് ആണെങ്കിൽ, അവൾ റെഡി ആണെങ്കിൽ ഞാൻ നാളെ അവളെ പറഞ്ഞു വിടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തള്ളനെ ഡെയിലി കളിച്ചാലും കുഴപ്പമില്ല. കാരണം ഇവരുടെ ഒരു പളവളപ്പാണ് അവരുടെ ശരീരം, കളിക്കാൻ നല്ലൊരു സുഖമാണ്. അങ്ങനെ ഇവള് റെഡിയാണെങ്കിൽ ഇവള് അയക്കുമെന്നാണ്. അപ്പം ഞാനും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. നോക്കുമ്പോൾ രാവിലെ ഇവളാണ് വരുന്നത്. വീട്ടിലാരും ഉണ്ടാവില്ല. വന്ന് ഉള്ളിൽ കയറി എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്ക് ഐഡിയ ഉണ്ട്, കാരണം അവൾ ഇടയ്ക്ക് വരലുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വരവ് ആദ്യം ഇപ്പോൾ ഒരു നമ്പർ സിരസ്കായിട്ടൊക്കെ നിൽക്കുക. ഞാൻ ഉള്ളിലേക്ക് വിളിച്ചിട്ട് നേരെ ബെഡ്റൂമൊക്കെ കൊണ്ടുപോയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് അടുത്ത് തുടങ്ങാം, ഇന്നിപ്പോൾ പണിയൊന്നുമല്ല, അമ്മ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് വെറുപ്പുണ്ടോ ചോദിച്ചു. വെറുപ്പില്ല പറഞ്ഞു. ഞാനും ഒരു മനുഷ്യനാണ്, നിങ്ങളോട് എനിക്ക് പണ്ടേ ഒരാഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെ ആലോചിച്ചൊക്കെ സ്വയം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരാഗ്രഹം പറഞ്ഞെന്നുള്ളൂ. പറഞ്ഞത് തെറ്റായി പോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു. ഞാൻ മെല്ലെ കെട്ടിപ്പിടിച്ച് കിസ്സൊക്കെ ചെയ്ത് തലയിലൊക്കെ തലോടി, കണ്ണുമേലെ കുമ്മം കൊടുത്ത്, ചുണ്ടിൽ. ഇപ്പോൾ പെണ്ണിന് ചുടുനിശ്വാസങ്ങളും വികാരമൊക്കെ വരൽ തുടങ്ങി. അല്ലെ മാക്സി മുന്നിലെ സിബ് ഇത്രയും വരെ ഉള്ളു, അത് അഴിച്ചിട്ട് നല്ല എടുത്തു. അത് കഴിഞ്ഞിട്ട് അടിപ്പാവടെ ഊരി, പിന്നെ ഷഡ്ഡിയും ബ്രേസിയറും മാത്രമേ ഉള്ളൂ. നിൽക്കുമ്പോൾ തന്നെ ബ്രേസിയർ ഊരി. എന്നിട്ട് ഞാൻ കട്ടിൽമേ കിടത്തി. നല്ലൊരു മണം, അതായത് അപ്പം കുളിച്ചിട്ടുള്ള സോപ്പിൻ്റെ മണവും എന്തൊക്കെയോ, നല്ല വൃത്തിയുള്ള പെണ്ണ്. അങ്ങനെ കട്ടിൽമേ കിടത്തി. ഷഡ്ഡിയൊക്കെ ഊരി, ഒരു പുള്ളിയുള്ള ഷഡ്ഡി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ അഴിച്ച് നാക്കൊക്കെ കൊണ്ട് ഞാൻ നല്ലോണം പെരുമാറി കൊടുത്ത്. കാരണം ഒരുപാട് കാലമായിട്ട് ഒന്നും നടക്കാൻ, സാധനം അടിക്കണ്ടാവുള്ളൂ, സാധനം കയറിയിട്ടില്ല. അവിടെ എന്ത് നടന്നാലും തള്ള അറിയും, തള്ളക്ക് ഉറക്കില്ല. പക്ഷെ ഇവള് സാധനം അടിക്കലുണ്ട്, പരിപാടി എടുത്തിട്ടില്ല എന്നാ തള്ള പറഞ്ഞു. ഏതായാലും കുറേ നാളവിടെ ഇതൊന്നും ഇല്ലാണ്ട് നിന്നൊരു ഊഷര ഭൂമിയാണ്. പെട്ടെന്നൊന്നും വരുത്തി കൊടുക്കരുത്, നല്ലോണം കൊതിപ്പിച്ച് കളിക്കണം, എന്നാൽ പിന്നെ നമുക്ക് എപ്പോഴും തരും. അത് മാത്രമല്ല, ഞാൻ എടുക്കണ പണിക്ക് ആത്മാർത്ഥമുള്ള ആളാണ്. ഒരു 1.25 മണിക്കൂറോളം നക്കി തന്നെ കൊടുത്തത്. നക്കിയെന്ന് പറഞ്ഞാൽ അതിനെ ഭ്രാന്താക്കി. എന്നിട്ട് ഞാനൊരു കളി കളിച്ചേനെ. പണിക്ക് വന്നതല്ലേ, പിന്നെ അപ്പം ഒന്നും പോകണ്ടല്ലോ. അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഉച്ചയായപ്പോൾ ഇതിനെ കുമ്പിട്ട് നിർത്തി ബാക്കിൽ നിന്ന് അടിച്ച്. അതായത് 3 കളി വൈകുന്നേരമായിട്ട് ഞാനതിനെ കളിച്ച് നല്ല അടിച്ച് കൊടുത്തിട്ട് വിട്ട്. കട്ടിൽ കിളുങ്ങായിരുന്നു, കട്ടിലിങ്ങനെ കുലുങ്ങ. കുറേ നാളതിനെ കളിച്ച്. അതൊക്കെ ഒരു പരോപകാരമാണ്. അതിനൊന്നും അവിഹിതമെന്ന് വിളിക്കാൻ പാടില്ല. അതെങ്ങനെ അവിഹിതമാകണേ? അവളുടെ സാധനത്തിൽ എൻ്റെ സാധനം കറക്റ്റ് സൂട്ടബിളാണ്. അതെല്ലാ പെണ്ണിൻ്റെ ഇത്ര വലിപ്പത്തിൽ സൂട്ടബിളാണ്. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ സാധനം പോലെയാണ്. അപ്പോൾ അത് ഇങ്ങനെ മാച്ചാവും. അതിലെന്താ വിഹിതം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാണുന്ന ഒരു കവിഹിതം, കിട്ടാത്ത മുന്തിരി പുളിക്കുന്നൊരു ചുള്ളുണ്ടല്ലോ, അത് തന്നെ വിഹിതം. എന്തോ ഒരു നല്ല വൃത്തിയുള്ള പെണ്ണ്, അതിനൊക്കെ നാക്കി കൊടുത്തില്ലേ പിന്നെ വേറെ ആരെ ഞാൻ നക്കണത് ഞാൻ ചോദിച്ചില്ലേ. അത്രേ ഉള്ളൂ. ആ വിഹിതം എന്നൊന്നും ഒരിക്കലും അതിനെ പറയാൻ പാടില്ല. അതൊക്കെ വിഹിതമായിട്ടുള്ളത്. എന്ത് ഇതൊക്കെ തെറ്റ്, ഇത്രയും നല്ലൊരു പ്രവൃത്തിനെ വൃത്തികേടെന്ന് പറഞ്ഞ ചില കസ്മലന്മാരുണ്ട്. എന്താ അവരൊക്കെ പറയുക? അതൊക്കെ പോട്ടെ, നമ്മൾ മലയാളികൾ പഠിച്ചതേ പാടുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയില്ലേ, കാസർഗോഡ് ഒരുത്തന ഒരു പെണ്ണിനെ കള്ളടി വെച്ചാൽ തിരുവനന്തപുരത്തുള്ള സദാചാരക്കാരെ സഹിക്കില്ല. അവൻ നെഞ്ഞത്തിടിച്ച് കരും. ഇമ്മേ കേരളത്തിൻ്റെ സദാചാരം തകർത്തേ, നമ്മുടെ സംസ്കാരം, നമ്മുടെ കാലാവസ്ഥ ഒക്കെ തകിടം മറിയും.
എന്തിൻ്റെ കഴപ്പാണ് കിട്ടാത്തതിൻ്റെ തനി സുഖിടതിൻ്റെ തനി കൊണോണി കാണിക്കുന്നത് മുഴുവനും. അപ്പം ശരി, നമസ്കാരം.